ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അലൈഗ്ര സ്പേസ്. ഇന്ന് അലൈഗ്ര സ്പേസിൽ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ വേഗത്തിൽ എങ്ങനെ ഒരു ബദാം സ്റ്റ്യൂ ഉണ്ടാക്കാം എന്നതാണ് കാണിക്കുന്നത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യെസ്, ബദാമിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വൈറ്റമിൻ ഇ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ മഗ്നീഷ്യം, മാംഗനീസ്, പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നു, വൈറ്റമിൻ B2 അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബദാം കഴിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ്. വൈറ്റമിൻ ഇ കണ്ണുകൾക്കും അതുപോലെ തന്നെ സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ബദാം സ്റ്റ്യൂ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വൃത്തിയായി കഴുകി തുളച്ചെടുത്ത വെണ്ടയ്ക്ക് ഇതുപോലെ പീസസ് ആക്കി നന്നായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് വെണ്ടയ്ക്ക ഇടുക. 1 മിനിറ്റിന് ശേഷം മാത്രം ചെറുതായി ഇളക്കുക. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതിയാവും. അപ്പോൾ തന്നെ ഇതിൻ്റെ ആ സ്കിന്ന്, ആ വെണ്ടയ്ക്കയുടെ തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരും. അപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ വിതറി കൊടുക്കുക. അതിൽ സ്റ്റാർച്ചായിട്ടുള്ള ആ ഒരു വസ്തു, ദ്രവവസ്തുവൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. ഇത് ബദാമാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുത്തു. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം പാനിലേക്ക് ഇട്ടു. നന്നായി ചൂടാവണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി അത് മുറുകി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക്, ആവശ്യത്തിന് മല്ലി, അതുപോലെ തന്നെ ഏലയ്ക്ക 1-2 പീസസ് ഇടുക. കറുവപ്പട്ടയും ഇടാൻ മറക്കരുത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ പാനിലിരുന്ന് നന്നായി ചൂടാകണം. അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചത്തേങ്ങയുടെ കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കണം. തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏലക്കയാണ്. ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിനുള്ളിൽ കാണുന്ന ആ ഒരു കുരു, സീഡ്, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. തൊലിയോടുകൂടി ഏലക്ക എടുക്കരുത്. ഇത് സവാളയാണ്. സവാള ഞാൻ വലിപ്പമുള്ള 2 എടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുമാത്രം വെണ്ടയ്ക്കയാണോ എടുത്തിരിക്കുന്നത് അതിന് അനുസരിച്ച് അതിന് ആവശ്യമുള്ള അത്രയും എടുക്കുക. ഇത് വളരെ നന്നായി വഴറ്റിയെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. അതിനൊപ്പം തന്നെ ഒരിത്തിരി ഉപ്പ് കൂടി ചേർക്കുക. ഓക്കെ, ഇതാണ് അരച്ചെടുത്ത ബദാം. ബദാമിനൊപ്പം കുരുമുളക് ഉണ്ടായിരുന്നു, ഏലക്ക ഉണ്ടായിരുന്നു, കറുവപ്പട്ട ഉണ്ടായിരുന്നു, മല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വറുത്തെടുത്തു. അതിനുശേഷം ചുരണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂടെ ചേർത്ത് മിക്സിയിൽ വളരെ ഫൈനായിട്ട് വളരെ നന്നായി അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഒരു സ്ട്രക്ചർ, ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കും. കുഴമ്പ് പരുവത്തിലിരിക്കും. ചൂടുവെള്ളം ചേർത്ത് വേണം ഇത് അരച്ചെടുക്കുവാൻ. പച്ചവെള്ളം ചേർക്കേണ്ട, ചൂടുവെള്ളം മാത്രം ചേർക്കുക. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണ്? ഇനി ആവശ്യമുള്ളതാണ് ചുവന്നുള്ളി 1/2 കപ്പ് ആവാം. അതല്ല വളരെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1/2 കപ്പ് ചുവന്നുള്ളി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് വളരെ കുറച്ച് 2-3 പീസസ് ഓഫ് ചുവന്ന വറ്റൽമുളക്, പിന്നെ കടുക് വളരെ കുറച്ച് മതി, ഇഞ്ചി, വെളുത്തുള്ളി അതും വളരെ കുറച്ച് മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കണ്ടില്ലേ പച്ചക്കളറിലെ ഇലകൾ, അത് സർവ്വസുഗന്ധി. സർവ്വസുഗന്ധിയുടെ ഇലയാണ് ഞാൻ. കറിവേപ്പിലയല്ല എടുത്തിരിക്കുന്നത്. സർവ്വസുഗന്ധിയുടെ ഇലയിൽ വൈറ്റമിൻ സി ഉണ്ട്, എ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് പാൻ ചൂടായി, എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് പൊട്ടി ശേഷം ഞാൻ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു. സർവ്വസുഗന്ധി ഇല്ലാത്തവർക്ക് കറിവേപ്പില എടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി. അപ്പോഴേക്കും ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയാണ്. അപ്പോൾ ഇതിലേക്ക് സർവ്വസുഗന്ധിയുടെ ഇല ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. സവാള നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബദാം ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടില്ലേ വളരെ ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് വെണ്ടയ്ക്ക. അതിൻ്റെ ആ സ്റ്റാർച്ച് ആയിട്ടുള്ള അതൊക്കെ പോയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, ധാരാളം വൈറ്റമിൻസ് ഇൻക്ലൂഡഡ് ആണ് ലേഡീസ് ഫിംഗറിൽ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കുക.
അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇല്ലേ, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ആഹാ, ഇപ്പൊ തന്നെ നല്ല കറിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് ഒരുവിധം ഒന്ന് കുറുകിയിരിക്കുന്നത് ആണ് നല്ലത്. കുറേയധികം ഗ്രേവി, കുറേയധികം വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഓക്കെ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ രുചികരമായ ബദാം സ്റ്റൂ ഇവിടെ റെഡിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇത് തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ഹെൽത്ത് വൈസ് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഡിഷാണ്. ഇതിനധികം എരിവും അതുപോലെ ഇല്ല, അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അങ്ങനെ ബദാം സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഡിഷ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. And you also subscribe my video. Thank you. Yes.